ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമുക്കെല്ലാവർക്കും രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് കറികളൊന്നും ഉണ്ടാക്കാതെ എല്ലാം പെട്ടെന്ന് കഴിയുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നായിരിക്കില്ല ഇഷ്ടം. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള പച്ചരി വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലും ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നർ അല്ലെങ്കിൽ നമുക്ക് ചൂട് ചായയുടെ കൂടെയൊക്കെ തനിയെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 2-3 മണിക്കൂർ മുന്നേ. അപ്പോൾ നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് കുതിർക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ കുതിർത്ത് വെച്ച് അതിൽ വെള്ളം ഇതാ മൊത്തത്തിൽ ഊറ്റിയെടുത്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രിപ്പായിട്ട് ഒരു ബാച്ചായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ നല്ല 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പച്ചരി പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങാണ് കേട്ടോ വേണ്ടത്. കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 ഉരുളക്കിഴങ്ങാണ്. ഒന്ന് അത്യാവശ്യം വലുപ്പമുണ്ട്, ഒന്ന് ഭയങ്കര ചെറുതും കേട്ടോ. അങ്ങനെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ഞാനവിടെ കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത ബാച്ചിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയാണ് കേട്ടോ. ഒട്ടും തന്നെ കൂടരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതാ ഞാൻ കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടോട്ടൽ ലാസ്റ്റ് പറഞ്ഞു തരട്ടെ എത്രത്തോളം വെള്ളം എനിക്ക് ആവശ്യമായിട്ട് വന്നതെന്നുള്ളത്. അപ്പോൾ ഇതാ ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ല ഒട്ടും തന്നെ തരികളില്ലാതെ അരച്ചെടുക്കാൻ നോക്കുക കേട്ടോ പ്രത്യേകം. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് ഞാൻ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അടുത്ത ബാച്ച് അരക്കുന്ന സമയത്ത് ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ബാച്ചിൽ മാത്രമാണ് ഇഞ്ചി ഇട്ടിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങൊക്കെ പകുതിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് ഈ ഒരു മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. 1.25 കപ്പ് അളവിൽ പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാവ് റെഡിയായതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെജീസ് ചേർക്കണം. അപ്പോൾ ഒരു ചെറിയ സൈസ് സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സൈസ് തക്കാളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഏകദേശം ഒരു 1/3 കപ്പ് അളവിൻ്റെ അടുത്തായിട്ട് ഉണ്ടാവും കേട്ടോ, 1/4 കപ്പിലും കുറച്ച് അധികമായിട്ട്. പിന്നെ വേണ്ടത് ഒരു 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 1/3 കപ്പിൻ്റെ അടുത്തായിട്ട് ക്യാരറ്റും പൊടിയായിട്ട് കട്ടാക്കിയിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകയില്ല ക്യുമിൻ സീഡ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ നമ്മുടെ മാവിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ ചേർത്തിട്ടുള്ള വെജീസൊക്കെ എത്തിക്കിട്ടണം. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതിലേക്ക് കറികളുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് കൊണ്ട് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ ഒരു ബാറ്ററിന്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒന്നുകൂടി നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതും കൂടി വേണം കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ മതി, ഒരുപാട് കൂടണ്ട. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന ആ നേരത്ത് ചേർത്താൽ മതി, മുന്നേ ചേർത്ത് വെക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പം ഞാനൊരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒന്നിക്ക് അപ്പച്ചട്ടി എടുക്കുക, അല്ലെങ്കിൽ ചീനച്ചട്ടി ഇല്ല നമ്മുടെ ഇരുമ്പിൻ്റെ, അതായാലും കുഴപ്പമില്ല. നടുവേ ചെറിയൊരു കുഴി വരുന്ന ടൈപ്പ് എടുക്കുക കേട്ടോ. അപ്പോൾ ചൂടായതിന് ശേഷം കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം 1 ടീസ്പൂൺ നിറച്ചൊന്നും ഇല്ല കേട്ടോ, അത്രക്ക് കുറച്ച് മതി എണ്ണ. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ ബാറ്റർ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് എല്ലാ സൈഡിലും വെജീസൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോ ടു മീഡിയം, അതായത് ലോനാക്കാണ് ഒരല്പം കൂടുതൽ, എന്നാൽ മീഡിയം ഫ്ലെയിമും വേണ്ട കേട്ടോ. അതിൻ്റെ ഇടയിലായിട്ടുള്ളൊരു ഫ്ലെയിമായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് മൊത്തത്തിലൊന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ഞാൻ ഇതുപോലെ അടപ്പ് തുറന്ന് ചെക്ക് ചെയ്തിരുന്ന് കണ്ടില്ല, നല്ലപോലെ സെറ്റായിട്ടുണ്ട്. സൈഡൊക്കെ മൊരിഞ്ഞിട്ടുമുണ്ട്. മുകൾ ഭാഗം കണ്ടില്ല, നന്നായിട്ട് ആറി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നാൽ മാത്രമാണ് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നോക്കി അടിഭാഗം കാണാൻ നല്ല ഭംഗിയില്ല, നല്ലപോലെ മൊരിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഒരു വെജീസൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏകദേശം ഈ ഒരു സൈഡും കൂടി ഏകദേശം ഒരു 1-1.5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് ഇതുപോലെ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. കണ്ടില്ല, നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പാനിന്ന് മാറ്റുക. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടി, നല്ല ടേസ്റ്റ് ആട്ടെ. ചൂടോടെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല സെർവ് ചെയ്തിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നിങ്ങൾക്ക് എന്തും കഴിക്കാം, പക്ഷേ എനിക്ക് ഒന്ന് ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്.
കട്ട് ചെയ്യുമ്പോൾ തന്നെ നോക്കിയാൽ വെജീസൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ട് ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.